ഹലോ എവരി വൺ. നമ്മൾ ഇന്നലെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. അതായത് എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയണേ, എന്താണ് ഒരു ഹാഫ് പ്ലെയിൻ, സർക്കിളിൻ്റെ ഇക്വേഷൻ, അങ്ങനെ കുറച്ച് പ്രിലിമിനറീസാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. നമ്മൾ പുതിയ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഫസ്റ്റ് തന്നെ പറയണത് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ, കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ. അതായത് നമ്മൾ സാധാ ഒരു റിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയാം. ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം ഡെഫിനേഷൻ തന്നെയാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റും. ഡെഫിനേഷൻ നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ഹാവ് എ ലിമിറ്റ് സ്മോൾ എൽ ആസ് സെഡ് അപ്രോച്ചസ് ടു സെഡ് നോട്ട്, റിട്ടൺ ആസ് ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എൽ. If for every small positive number epsilon, we can find another small positive number delta for z not equal to z naught, modulus of z minus z naught less than delta implies mod f of z minus l less than epsilon. അതായത് നോക്കിയേ, നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫംഗ്ഷൻ, അതായത് സെഡ് എന്നുള്ളത് അവിടെ ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന് വെൻ സെഡ് അപ്രോച്ചസ് ടു സെഡ് നോട്ട്, അതായത് സെഡ് എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ സെഡ് നോട്ടിലോട്ട് പോകുമ്പോൾ ഒരു ലിമിറ്റ് എൽ ഉണ്ടെന്ന് പറയണം. അതിന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യണത് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എൽ എന്നാണ്. അതായത് സെഡ് നോട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെഡ് നോട്ടിലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ ലിമിറ്റ് എന്നുള്ളത് എല്ലാണ്. അതിനാണ് നമ്മൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണേ. അതിൻ്റെ ഡെഫിനേഷൻ എന്താ? അങ്ങനെ ഒരു ലിമിറ്റ് എല്ലാം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോർ എവരി സ്മോൾ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ, അതായത് ഏതൊരു ചെറിയ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ തന്നാലും, അപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞത് ഏകദേശം സീറോൻ്റെ അടുത്തുള്ള ഒരു പോസിറ്റീവ് നമ്പറാണ്. വി ക്യാൻ ഫൈൻഡ് അനദർ സ്മോൾ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ, അതായത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ വി ക്യാൻ ഫൈൻഡ് അനദർ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു സെഡ് നോട്ട്, അതായത് നോക്കി നമ്മുടെ കയ്യിലുള്ളത് എപ്സിലോൺ ആണ്. ഏതൊരു ചെറിയ ഒരു എപ്സിലോൺ തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് സെഡ് നോട്ട് എന്നുള്ളത് നമ്മൾ സെഡ് നോട്ട് ഈക്വൽ ടു സെഡ് നോട്ട് ആയിട്ട് എടുക്കണം. വെൻ എവർ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ, അതായത് സെഡ് എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെയും സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെയും ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോൾ ഈ എഫ് ഓഫ് സെഡും എല്ലും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അല്ല, അതിൻ്റെ മോഡ് ലെസ് എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അതായത് വെൻ എവർ സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ, മോഡ് എഫ് ഓഫ് സെഡ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് നമ്മൾ സാധാരണ ഒരു റിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റായിട്ട് പഠിച്ചാണ്. ഇത് തന്നെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജോമെട്രിക്കലി ഫോർ എവരി സെഡ് നോട്ട് ഈക്വൽ ടു സെഡ് നോട്ട് ഇൻ ദ ഡെൽറ്റ ഡിസ്ക് എഫ് ഓഫ് സെഡ് വിൽ ബി ഇൻ ദ എപ്സിലോൺ ഡിസ്ക്. അതായത് നമ്മൾ ജോമെട്രിക്കലി മീൻ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ സെഡിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡിൽ കൊടുക്കുന്ന ഒരു പോയിൻ്റാണ് സെഡ് നോട്ട്, അല്ലെങ്കിൽ സെഡ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡിൽ കിടക്കുന്ന പോയിൻ്റാണ് സെഡ് എങ്കിൽ ഈ എഫ് ഓഫ് സെഡ് നോട്ടും എഫ് ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ എപ്സിലോൺ നൈബർഹുഡിൽ കിടക്കും. ഇതാണ് ശരിക്കും ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ, ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഇനി കുറച്ച് റിമാർക്ക് ഉണ്ട്. ഇഫ് എ ലിമിറ്റ് എക്സിസ്റ്റ് ഇറ്റ് ഈസ് യുണീക്ക്, അതായത് എപ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് എ പോയിന്റിൽ അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത് യുണീക്ക് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, സീറോയിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സീറോയിൽ അതിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും. അല്ലാണ്ട് ഒരൊറ്റ പോയിന്റിൽ തന്നെ രണ്ട് ലിമിറ്റൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റിംഗ് വാല്യൂ എന്നുള്ളത് യുണീക്ക് ആയിരിക്കും. ഇനി അടുത്ത ഒരു റിമാർക്കാണ്, സെഡ് ക്യാൻ അപ്രോച്ച് സെഡ് നോട്ട് ഫ്രം എനി ഡയറക്ഷൻ ഇൻ എ കോംപ്ലക്സ് പ്ലെയിൻ. അത് ദേ ഇങ്ങനെയാണ് പറയുന്നത്. നോക്കി, നമ്മൾ ഒരു കോംപ്ലക്സ് പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യണത്. നോക്കി, നമുക്ക് ഒരു പോയിന്റ് സെഡ് നോട്ടിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സെഡ് നോട്ട്, അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. നോക്കി, നമുക്ക് സെഡ് നോട്ടിലോട്ട് ലിമിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട്, അതായത് സെഡ് എന്ന് പറഞ്ഞത് സെഡ് നോട്ടിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സെഡ് നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യാം? വേണമെങ്കിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം,
അല്ലെങ്കിൽ ഇവിടെ നിന്ന് അപ്രോച്ച് ചെയ്യാം. അതായത് സെഡ് നോട്ടിലോട്ട് നമുക്ക് ഏത് ഡയറക്ഷനൊന്നും സെഡ് നോട്ടിലോട്ട് പോവാം. കണ്ട, നമ്മൾ പ്ലെയിൻ ആണ്, എക്സ് വൈ പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്നും നമുക്ക് സെഡ് നോട്ട് അപ്രോച്ച് ചെയ്യാം. അതാണ് സെക്കൻഡ് റിമാർക്കായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയേ, നമ്മൾ ഒരു റിയൽ ലൈനാണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ 2 ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു റിയൽ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ആകെ കൂടി 2, അതായത് ഒരു 1 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളവിടെ 2 പോസിബിലിറ്റി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു 1 വേരിയബിൾ ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പറയും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി, ഈ 2 വരാൻ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. 2 വരാൻ വേണമെങ്കിൽ ഈ 2 ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് നമുക്കിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ 2 വരാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് 2 വരാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2+ എന്ന് പറഞ്ഞ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2- എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യണം. അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നൊക്കെ പറയും. ഇതെങ്ങനെ, ഒരു റിയൽ ലൈനിലാണ് നമ്മൾ ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എന്നുള്ളത് എന്താ, കോംപ്ലക്സ് പ്ലെയിനിലാണ്. അതായത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷനാണ്. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട്, സെഡ് എന്നുള്ളത് സെഡ് നോട്ടിലോട്ട് പോകുന്നു. നമുക്ക് സെഡ് നോട്ടിലോട്ട് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും വരാം. നോക്കിയേ, ഇങ്ങനെ വരാം. അതായത് പ്ലെയിൻ ആകുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്നും സെഡ് നോട്ടിലോട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതാണ് നമ്മുടെ ആ സെക്കൻഡ് റിമാർക്ക് പറയുന്നത്. സെക്കൻഡ് റിമാർക്ക് നോക്കിയേ, സെഡ് ക്യാൻ അപ്രോച്ച് സെഡ് നോട്ട് ഫ്രം എനി ഡയറക്ഷൻ ഇൻ എ കോംപ്ലക്സ് പ്ലെയിൻ. ഇനി തേർഡ് പറയണത്, ഇഫ് എഫ് ഓഫ് സെഡ് അപ്രോച്ചസ് മോർ ദാൻ എൽ വാല്യൂ ദെൻ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഇപ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ളത് അപ്രോച്ചസ് മോർ ദാൻ എൽ വാല്യൂ, അതായത് എഫ് ഓഫ് സെഡ് ഇങ്ങനെ സെഡ് ടെൻസ് ടു സെഡ് നോട്ടിലോട്ട് പോകും തോറും എഫ് ഓഫ് സെഡ് എന്നുള്ളത് എല്ലിൽ നിന്ന് ഇങ്ങനെ അകന്ന് പോവുകയാണെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. ഇനി അപ്പോൾ നമ്മൾ ലിമിറ്റ് പഠിച്ചു. നെക്സ്റ്റ് ആണ് കണ്ടിന്യൂയിറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് ഇഫ്. അതായത് നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, അത് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട്, അതായത് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ടിൽ നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ അത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷനാണ് എഫ് ഓഫ് സെഡ് നോട്ട് ഈസ് ഡിഫൈൻഡ്. അതായത് ആ സെഡ് നോട്ടിൽ എഫ് ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ 1, 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് 1 തൊട്ട് 2 വരെയുള്ള വാല്യൂസിന് മാത്രമേ ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കി, നമുക്ക് തന്നേക്കണ ഒരു ഫംഗ്ഷൻ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ്. അതായത് 1 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയാണ് അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 0ൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ പോലും അല്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോയിന്റിലാണോ ലിമിറ്റ് കണ്ടുപിടിക്കണേ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്നുള്ളത് എഫ് ഓഫ് സെഡ് നോട്ടിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്നുള്ളത് എഫ് ഓഫ് സെഡ് നോട്ടിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട്. ഇനി ഒരു ഫംഗ്ഷൻ ഫുള്ളി, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയണം, ആ ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ ഡി ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഡി. ഇനി ഒരു നോട്ടാണ് പറയുന്നത്, എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് യു ആൻഡ് വി ആർ കണ്ടിന്യൂസ്. അതായത് നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ജനറൽ ഫോം നമ്മൾ ഇന്നലെ പറഞ്ഞു. എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഫോമിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയാം. യുവും വി ഒക്കെ ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പോൾ
എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവാം? ആ യു എന്ന് പറഞ്ഞ ഫംഗ്ഷനും വി എന്ന് പറഞ്ഞ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നേരെ തിരിച്ചും എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ യുവും കണ്ടിന്യൂസ് ആയിരിക്കും, വിയും കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമ്മുടെ നോട്ട് പറയണത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ടാവും. അത് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് തന്നേക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ സെഡ് വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0 അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മുടെ ഫംഗ്ഷൻ സെഡ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ളത് സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ സെഡ് ആണ്. സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ളത് 0 ആണ്. അപ്പോൾ നമുക്കറിയാൻ നോക്കി, നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ അറിയാലോ. ഒരു ഫംഗ്ഷൻ്റെ നോക്കി നമ്മൾ സാധാ കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷനൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി? അതിന് നമുക്ക് കൈ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇപ്പോൾ നോക്കി, ഈ ഫംഗ്ഷനൊക്കെ കണ്ടിന്യൂസാണ്, കാരണം ഇതിന് എവിടെയും ബ്രേക്കൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് ഈ ഫംഗ്ഷന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൈ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ വേറൊരു ഫംഗ്ഷനാണ് തന്നേക്കണമെന്ന് വിചാരിക്കും. നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ ഇങ്ങനെ തന്നേക്കണം. നോക്കിയേ, അപ്പോൾ എന്താ, ഇവിടം തൊട്ട് ഇവിടം വരെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഇവിടം തൊട്ട് ഇവിടെയും വരെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഇത്രയും സ്ഥലത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. കാരണം അവിടെ ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഫംഗ്ഷനെ വരയ്ക്കാൻ പറ്റണില്ല. ഇപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ തരാണ്. ഇതെന്താ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. പിന്നെ ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫൊക്കെ ഇങ്ങനെ ഇരിക്കും, അതൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. അവിടെ ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ സെഡ് ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ സെഡ് ഇസ് ഈക്വൽ ടു 0. അതായത് 0 അല്ലാത്ത പോയിന്റിലൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതെങ്ങനെയാണ് നോക്കി, ആ ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്യണത് എവിടെയാണ്? 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്യണുള്ളൂ. കണ്ട, 0 ആകുമ്പോൾ മാത്രം അതിൻ്റെ വാല്യൂ 0, ബാക്കി എല്ലായിടത്തും അതിൻ്റെ വാല്യൂ എന്നുള്ളത് സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ സെഡ്. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കാരണം സെഡ് കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ സെഡ് എന്നുള്ളതൊരു കണ്ടിന്യൂസ് ആണ്. 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് അതിനൊരു ബ്രേക്ക് വരണം. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് വരുന്ന പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് സെഡ് ഇസ് ഈക്വൽ ടു 0യിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആവണമെങ്കിൽ അത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നോക്കി, ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ എന്താ, എഫ് ഓഫ് 0 ഇസ് ഡിഫൈൻഡ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്നുള്ളത് എന്തായിരിക്കണം, എഫ് ഓഫ് 0 ആയിരിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ? അതെ, നമുക്ക് തന്നിട്ടുണ്ട് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്നുള്ളത് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്നുള്ളത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് ഇവിടെ 0 ആണ്. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്നുള്ളത് എഫ് ഓഫ് 0 ആണോ നോക്കണം. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്താ വരാം? ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കി, നമ്മൾ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇത് സെഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ, അതിന് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെന്താക്കി മാറ്റാം? ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 സെഡ് കോൺജുഗേറ്റ്, സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ സെഡ് കോൺജുഗേറ്റ് എന്താ, എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ സെഡ് എക്സ് പ്ലസ് ഐ വൈ. അപ്പം നമുക്കിപ്പോൾ കിട്ടിയാണത് ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ. നോക്കിയേ, സെഡ് ടെൻഡിങ് ടു 0. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കണത് 0 എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് സെഡ് ടെൻഡ് ചെയ്യണം. അതായത് ഈ പോയിന്റിലോട്ടാണ് സെഡ് ടെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പോയിന്റിലോട്ട് നമുക്ക് ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യണത് y ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലൈനിൽ കൂടെയാണ് അപ്രോച്ച് ചെയ്യണം. അതായത് ഈ ലൈനിൽ കൂടെ ഇങ്ങോട്ട് 0യിലോട്ട് അപ്രോച്ച് ചെയ്യണം. നോക്കിയേ,
വൈ ഈക്വൽ ടു 0 എം എന്നുള്ളത് ഏതൊരു റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. എം ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ലൈൻ എന്താവും? വൈ ഈക്വൽ ടു 0, അതായത് എക്സ് ആക്സിസ്. വൈ ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അത് എക്സ് ആക്സിസിലൂടെയാണ് അപ്രോച്ച് ചെയ്യണേ. ഇനി വൈ ഈക്വൽ ടു എം ആവുമ്പോൾ വൈ ഈക്വൽ ടു എം ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ, അതായത് ഈ ലൈൻ നോക്കി. ഇനി 1/2 കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ലൈൻ കിട്ടും. അപ്പം നമ്മൾ ജനറലായിട്ട് പറയാണ് സെഡ് ടെൻസ് ടു 0 ത്രൂ ദ ലൈൻ വൈ ഇസ് ഈക്വൽ ടു എം എക്സ്. കണ്ട, അപ്പോൾ നമ്മൾ ചെയ്യാണ് സെഡ് ടെൻസ് ടു 0 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു 1 വേരിയബിൾ ഫംഗ്ഷൻ കാണുമ്പോൾ നമ്മൾ സെഡ് ടെൻസ് ടു 0, അതായത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്താ പറയുക? റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ അങ്ങനെയല്ല കണ്ടുപിടിക്കാറ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. ആ 2 ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ എടുക്കണേ? നമ്മൾ ജനറലായിട്ട് വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞ ലൈൻ എടുക്കാം. അപ്പോൾ എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടണത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസ് കിട്ടാം. അപ്പോൾ ആ എല്ലാ ലൈനിൽ കൂടെ അപ്രോച്ച് ചെയ്താലും സെയിം ലിമിറ്റ് തന്നെയാണോ കിട്ടണേന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ കൊടുക്കണു അസ്യൂം ദാറ്റ് സെഡ് ടെൻസ് ടു 0 എലോങ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ്. അപ്പോൾ നോക്കിയേ, സെഡ് ടെൻസ് ടു 0 പിന്നെ നമ്മൾ പറഞ്ഞു സെഡിനെ മാറ്റി നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എന്ന് കൊടുത്തു. ഇനി വൈക്ക് നമ്മൾ എന്താ കൊടുത്തത്? ഇപ്പോൾ വൈ ഈക്വൽ ടു എം എക്സ് എന്നാണ് കൊടുത്തത്. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 മാറ്റി നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് ഐ ഇൻറ്റു എം എക്സ് ടെൻസ് ടു 0. ഇനി എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ടെൻസ് ടു 0. ഇനി നോക്കി, അപ്പോൾ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ടെൻസ് ടു 0 എന്നാണ് നമുക്ക് കിട്ടിയാണ്. അതായത് 2 പ്രൊഡക്റ്റ് എക്സിൻ്റെയും 1 പ്ലസ് ഐ എമ്മിൻ്റെയും പ്രൊഡക്റ്റ് 0 ടെൻഡ് ചെയ്യുന്നു. നമുക്കറിയാം 1 പ്ലസ് ഐ എം, അവിടെ ഒരു 1 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. എമ്മിന് എന്ത് തന്നെ വാല്യൂ കൊടുത്താലും 1 പ്ലസ് ഐ എം എന്നുള്ളത് ഒരിക്കലും 0 ടെൻഡ് ചെയ്യില്ല, അതായത് 0 ആവില്ല. അപ്പോൾ ആകെയുള്ള പോസിബിലിറ്റി എന്താ? എക്സ് ടെൻഡിങ് ടു 0 ആണ്. അപ്പോൾ നമ്മൾ സെഡ് ടെൻസ് ടു 0 എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞ ലൈനിൽ കൂടെയാണ് സെഡ് 0 ടെൻഡ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കിട്ടി? നമുക്ക് എക്സ് ടെൻസ് ടു 0 നമ്മൾ മാറ്റി കൊടുക്കുക. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡിന് നമ്മളിപ്പോൾ എന്ത് എഴുതി? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് പ്ലസ് ഐ വൈ. അതായത് ശരിക്കും ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ സെഡ് ടെൻസ് ടു 0 തന്നെ. അതിനെ മാറ്റി നമ്മളിപ്പോൾ എന്ത് എഴുതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി എക്സ് മൈനസ് ഐ വൈ, എക്സ് മൈനസ് ഐ ഇൻറ്റു വൈക്ക് എന്ത് കൊടുക്കുക? എം എക്സ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ, എക്സ് പ്ലസ് ഐ ഇൻറ്റു എം എക്സ്. കാരണം വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞ ലൈനിൽ കൂടെയാണ് നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ വൈക്ക് എം എക്സ് കൊടുക്കാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു 1 മൈനസ് ഐ എം ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം എന്ന് കിട്ടും. എക്സ് ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് ഐ എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം. നോക്കിയേ, നമ്മളെങ്ങനെ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക? എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ 0 ഇട്ട് കൊടുക്കും. ഇപ്പോൾ അവിടെ എക്സ് ഒന്നും ഇല്ല, 0 ഇട്ട് കൊടുക്കാൻ നമുക്ക് 1 മൈനസ് ഐ എം ബൈ 1 പ്ലസ് ഐ എം കിട്ടി. എക്സിൻ്റെ ടേം അവിടെ ഇല്ല. അപ്പോൾ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് ഐ എം ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ എം എന്നുള്ളത് എന്താ വരാം? 1 മൈനസ് ഐ എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം. നോക്കിയേ, നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും യുണീക്ക് ആയിരിക്കും. നമ്മൾ ഒരു റിമാർക്കിൽ പറഞ്ഞു വെച്ചായിരുന്നു. ഇവിടെ നോക്കി നമ്മൾ പറഞ്ഞു വൈ ഈക്വൽ ടു എം എക്സ്, അതിന് എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ലൈൻസ് കിട്ടും. ആ ലൈനിൽ കൂടെയൊക്കെ നമുക്ക് 0 അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എമ്മിന് ഒരു 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് ഒരു വാല്യൂ കിട്ടും. എമ്മിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് വേറെ വാല്യൂ കിട്ടും. ഇപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടിയേക്കുന്നത് 1 മൈനസ് ഐ എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം എന്നാൽ എമ്മിന് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ലിമിറ്റ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും യുണീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് എഫ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആയിരിക്കണം. അത് ഡിഫൈൻഡ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു
എഫ് ഓഫ് 0 ആയിരിക്കണം. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്തല്ല ഇവിടെ എഫ് ഓഫ് സെഡ് എന്നുള്ളത് 0യിൽ കണ്ടിന്യൂസ് അല്ല. ഇപ്പം നമ്മളോട് ചോദിച്ചത് എഫ് ഓഫ് സെഡ് 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇപ്പം നമുക്ക് കിട്ടി എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് അല്ല. നോക്കി ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ് വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0, 0 വെൻ സെഡ് ഇസ് ഈക്വൽ ടു 0. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് അറ്റ് 0യിൽ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ 0 ആണ്. 0 അല്ലാത്തടത്തൊക്കെ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ്. അപ്പോൾ നമ്മൾ 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാമെന്നാണ് എല്ലാ ക്വസ്റ്റ്യനും. അപ്പോൾ നോക്കി ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് അറ്റ് 0യിൽ എഫിൻ്റെ വാല്യൂ എന്നുള്ളത് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്നുള്ളത് ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് എന്താണ് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ? ഇമാജിനറി പാർട്ട് ഓഫ് മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കി മോഡ് സെഡ് സ്ക്വയർ, മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ നമുക്ക് കിട്ടി മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഒരു കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരിക്കലും ഐ വരാൻ പാടില്ല. ഇനി ഡിനോമിനേറ്ററിൽ ഐ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ആ ഡിനോമിനേറ്ററിൽ നിന്ന് ഐ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? താഴെ മുകളിലും എക്സ് പ്ലസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എക്സ് മൈനസ് ഐ വൈ വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. മോൾ അങ്ങനെ തന്നെ നിർത്താം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ താഴെ നോക്കി, താഴെ സെഡ് ഇൻറ്റു സെഡ് കോഞ്ചുഗേറ്റ് ഉള്ളത്. സെഡ് എന്നുള്ളത് എക്സ് പ്ലസ് ഐ വൈ, സെഡ് കോഞ്ചുഗേറ്റ് എന്നുള്ളത് എക്സ് മൈനസ് ഐ വൈ. നമ്മൾ പഠിച്ചിട്ടുണ്ടായി സെഡ് ഇൻറ്റു സെഡ് കോഞ്ചുഗേറ്റ് എന്നുള്ളത് മോഡ് സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതെന്താ വരാ? ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മുകളിലും താഴെയുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും. നോക്കി ഇപ്പം നമുക്ക് മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ് എന്നുള്ളത് എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടി. നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് എന്താ ഡിഫൈൻ ചെയ്തതാണ്? ഇമാജിനറി പാർട്ട് ഓഫ് മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ്. അപ്പോൾ നോക്കി മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡിൻ്റെ ഇമാജിനറി പാർട്ടാണ് നമ്മുടെ എഫ് ഓഫ് സെഡ്. അതായത് ഇപ്പം നമുക്ക് മോഡ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് എന്നുള്ളത്, മോഡ് സെഡ് സ്ക്വയർ ബൈ സെഡ് എന്നുള്ളത് എക്സ് മൈനസ് ഐ വൈ കിട്ടി. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്താ? ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ ആരാണ് വരുന്നത്? ഐയുടെ കൂടെ ഇവിടെ വരുന്നത് മൈനസ് വൈ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ളത് മൈനസ് വൈ ആണെന്ന് കിട്ടി. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ്. നോക്കി ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ്. ഇപ്പം നോക്കി സെഡ് എന്നുള്ളത് എന്താ? നമുക്ക് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എന്ന് പറയാം. എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് പ്ലസ് ഐ, അതായത് നമുക്ക് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0, അതായത് എക്സും ടെൻസ് ടു 0 ആണ്, വൈയും ടെൻസ് ടു 0 ആണ്. പക്ഷെ ഇവിടെ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ എന്താ എഴുതിയേക്കണേ? മൈനസ് വൈ. അപ്പോൾ വൈ ടെൻസ് ടു 0 മൈനസ് വൈ എന്നുള്ളത് വൈക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്നുള്ളത് 0 കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്നുള്ളത് സെഡ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 0, 0 ഫോർ സെഡ് ഇസ് ഈക്വൽ ടു 0. അതായത് 0യിലാണ് അവിടെ സ്പ്ലിറ്റിങ് വന്നേക്കണേ. 0യിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ തന്നേക്കണേ? അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് സെഡ് എന്നുള്ളത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ? എഫ് ഓഫ് 0 എന്നുള്ളത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്. ഇനി നോക്കിയേ റിയൽ പാർട്ട് ഓഫ് സെഡ് ബൈ മോഡ് സെഡ്.
അതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്താ? എക്സ് ആണ്. എക്സ് ബൈ മോഡ് സെഡ് എന്നുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്നുള്ളത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നോക്കിയേ, നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ്. ലിമിറ്റ് സെഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എക്സ് ബൈ, അതായത് എഫ് ഓഫ് സെഡ് ഇപ്പോൾ നമ്മൾ മാറ്റി എഴുതി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ പറഞ്ഞു സെഡ് ടെൻസ് ടു 0, നമുക്ക് 0നെ ഏത് വഴി വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് സെഡ് ടെൻസ് ടു 0 ത്രൂ ദ ലൈൻ വൈ ഇസ് ഈക്വൽ ടു എം എക്സ്. വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞ ലൈനിലൂടെയാണ് അപ്രോച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ടെൻസ് ടു 0 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0. വൈക്ക് എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് പ്ലസ് ഐ എം എക്സ് ടെൻസ് ടു 0. എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ടെൻസ് ടു 0. നമ്മൾ പറഞ്ഞു 1 പ്ലസ് ഐ എം ഒരിക്കലും 0യിലോട്ട് പോവില്ല. അപ്പോൾ ആകെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ സെഡ് ടെൻസ് ടു 0 ഇപ്പോൾ മാറി എക്സ് ടെൻസ് ടു 0 ആയി. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കി, നമ്മളവിടെ എഴുതി വെച്ചേക്കണത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കി താഴെ റൂട്ടിൻ്റെ ഉള്ളിൽ രണ്ട് ടൈമിലും എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇനി അത് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ എക്സ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. എക്സ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ എന്ന് കിട്ടും. നോക്കിയേ, ഇനി അവിടെ എക്സിൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് എന്ത് കിട്ടി? 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ എന്ന് കിട്ടി. നോക്കി, ഇനി ഇവിടെ നമ്മൾ എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ലിമിറ്റും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എം മാറുന്നതിനനുസരിച്ച് ലിമിറ്റിൻ്റെ വാല്യൂ മാറും. അപ്പോൾ ലിമിറ്റ് എന്നുള്ളത് യുണീക്ക് അല്ല. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഫോർ എക്സ് കോമ വൈ നോട്ട് ഈക്വൽ ടു 0. അതായത് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിയാണ്. 0 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 0. ഇത് എക്സും വൈയും 0 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0. അതായത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സെഡ് ഇസ് ഈക്വൽ ടു 0യിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. 0 അല്ലാത്തടുത്ത് അതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എഫ് എന്നുള്ളത് 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ നോക്കണ്ടേ? എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ? എഫ് ഓഫ് 0 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി അസ്യൂം ദാറ്റ് സെഡ് ടെൻസ് ടു 0 അലോങ് ദ ലൈൻ വൈ ഇസ് ഈക്വൽ ടു എം എക്സ്. അതായത് നമ്മൾ 0യിലോട്ട് അപ്രോച്ച് ചെയ്യണത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞ ലൈനിൽ കൂടെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡ് ടെൻസ് ടു 0 എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 വൈ ഇസ് ഈക്വൽ ടു എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഐ എം എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ടെൻസ് ടു 0. നമ്മൾ നേരത്തെ പറഞ്ഞു 1 പ്ലസ് ഐ എം എന്നുള്ളത് ഒരിക്കലും 0 ആവില്ല. അപ്പോൾ എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് ലിമിറ്റ് എങ്ങനെ എഴുതാം? ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വൈക്ക് എന്ത് കൊടുക്കുക? എം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് എം എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി നോക്കി ന്യൂമറേറ്റർ നോക്കാം. ന്യൂമറേറ്ററിൽ ആ ടേമിൽ നിന്ന് എക്സ് നമ്മൾ പുറത്തെടുക്കുകയാണ്. എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, പിന്നെ സ്ക്വയറും ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം ദ ഹോൾ സ്ക്വയർ
ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1+m² എന്ന് കിട്ടും. എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1+m² ഡിവൈഡഡ് ബൈ 1+m² എന്ന് കിട്ടും. നോക്കി അവിടെ എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല. അപ്പോൾ ലിമിറ്റ് എന്നുള്ളത് എന്താ, അത് തന്നെയാണ് 1+m² ഡിവൈഡഡ് ബൈ 1+m². അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്നുള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നിന്ന് തന്നെ നമുക്കറിയാം എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് ഡിഫറെൻ്റ് ആണ് കിട്ടുക. പക്ഷെ നമ്മളതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തു. അതായത് 1+m² a+b² ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, 1+2m+m² ഡിവൈഡഡ് ബൈ 1+m² വിച്ച് ഇസ് ഈക്വൽ ടു 1+m²+2m ഡിവൈഡഡ് ബൈ 1+m². ഇനി നമ്മൾ 1+m² ഡിവൈഡഡ് ബൈ 1+m² എന്നുള്ളത് 1 ആണ്, പ്ലസ് 2m ഡിവൈഡഡ് ബൈ 1+m². നമ്മൾ പറഞ്ഞോണം എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റാണ് കിട്ടുക. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. അതുകൊണ്ട് എഫ് ഓഫ് സെഡ് എന്നുള്ളത് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. അടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z² ബൈ മോഡ് സെഡ് ഫോർ z നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ z ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാം. അറ്റ് 0യിൽ നമുക്ക് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്, 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 എന്നുള്ളത് 0 ആണ്, എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്. ഇനി അടുത്തത് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താ, റിയൽ പാർട്ട് ഓഫ് z² ബൈ മോഡ് സെഡ്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം z² ബൈ മോഡ് സെഡ് എന്താണെന്ന് നോക്കാം. z² എന്ന് പറഞ്ഞാൽ x+iy² ഡിവൈഡഡ് ബൈ മോഡ് സെഡ് എന്താ, √(x²+y² വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ x+iy² നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² -y² പ്ലസ് i ഇൻറ്റു 2xy, അതായത് a+b² വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ √(x²+y². ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഐ ഉള്ള ടേമും ഐ ഇല്ലാത്ത ടേമാക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x² -y² ഡിവൈഡഡ് ബൈ √(x²+y² പ്ലസ് i ഇൻറ്റു 2xy ഡിവൈഡഡ് ബൈ √(x²+y². നമ്മൾ എഫ് ഓഫ് സെഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കണേ, z² മൈനസ് മോഡ് സെഡിൻ്റെ റിയൽ പാർട്ടായിട്ടാണ് എഫ് ഓഫ് സെഡ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കണേ. ഇപ്പോൾ നമുക്ക് z² ബൈ മോഡ് സെഡ് കിട്ടി. അതിൻ്റെ റിയൽ പാർട്ട് എന്താ, റിയൽ പാർട്ടായിട്ട് വരുന്നത് x² -y² ഡിവൈഡഡ് ബൈ √(x²+y² ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എങ്ങനെ എഴുതാം, ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x+iy ടെൻസ് ടു 0 x² -y² ഡിവൈഡഡ് ബൈ √(x²+y². ഇത് നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ സാധാ അസ്യൂം ചെയ്യണം z ടെൻസ് ടു 0 അലോങ് ദ ലൈൻ y is equal to mx. അപ്പോൾ z ടെൻസ് ടു 0 എന്നുള്ളത് മാറ്റി എന്താവും, x+iy ടെൻസ് ടു 0 ദാറ്റ് ഈസ് x+i ഇൻറ്റു mx ടെൻസ് ടു 0. എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ x ഇൻറ്റു 1+im ടെൻസ് ടു 0 ദാറ്റ് ഈസ് x ടെൻസ് ടു 0 എന്ന് കിട്ടും. ഇനി നമ്മുടെ ലിമിറ്റ് മാറ്റി എഴുതാം. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 x² -y² ഡിവൈഡഡ് ബൈ √(x² -y² ആണ്. അതിൽ വൈക്ക് നമ്മൾ mx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 x² -m²x² ഡിവൈഡഡ് ബൈ √(x²+m²x². നോക്കി നമ്മൾ മുകളിലത്തെ ടേമിൽ നിന്ന് x² കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ x² ഇൻറ്റു 1 -m² എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് x² കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ x² റൂട്ടിൻ്റെ പുറത്ത് എടുക്കുമ്പോൾ x ഇൻറ്റു √(1+m². ഇനി ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോകും മുകളിൽ നിന്നും താഴെ നിന്നും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് x ടെൻസ് ടു 0 x ഇൻറ്റു 1 -m² ബൈ √(1+m². ഇനി നമ്മൾ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫുള്ളും 0 ആയിട്ട് പോകും. അപ്പോൾ ലിമിറ്റ് എന്നുള്ളത് 0 ആണ് കിട്ടണത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്നുള്ളത് 0 കിട്ടി. അത് എഫ് ഓഫ് 0നോട് ഈക്വൽ ആണ്. അപ്പോൾ എന്താ, നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് എഫ് ഓഫ് സെഡ് എന്നുള്ളത് സെഡ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്. അടുത്ത പ്രോബ്ലം, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് z²
imaginary part of 1 by z when z not equal to 0, 0 for z is equal to 0. ഈ ഫംഗ്ഷൻ z is equal to 0 കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ. നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് 0 എന്നുള്ളത് 0 ആണ്, അപ്പോൾ അത് ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് z നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് z എന്താണെന്ന് അറിയണം. അതിന് 1 by z ആദ്യം എന്താണെന്ന് നോക്കാം. 1 by z എന്ന് പറഞ്ഞാൽ എന്താ, 1 by z എക്സ് പ്ലസ് ഐ വൈ കൊടുക്കണം. അപ്പോൾ 1 by എക്സ് പ്ലസ് ഐ വൈ. നോക്കിയേ, ഡിനോമിനേറ്ററിൽ ഐ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പം നമ്മൾ ഡിനോമിനേറ്ററിൽ ഐ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്ററിന് അതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ, അത് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. ഡിനോമിനേറ്റർ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ, അതായത് സെഡ് ഇൻറ്റു സെഡ് കോഞ്ചുഗേറ്റ് ആണ്, അത് മോഡ് സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നോക്കിയേ, നമ്മൾ എഫ് ഓഫ് സെഡ് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കണേ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് 1 by z. 1 by z ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചു. ആ 1 by z-ൻ്റെ ഇമാജിനറി പാർട്ട് എന്താ, 1 by z-ൽ ഐയുടെ കൂടെ വരുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയാൽ മതി. അതെന്താ, മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി മോഡ് സെഡ് സ്ക്വയർ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് 1 by z എന്താ വരാം, ഇമാജിനറി പാർട്ട് ഓഫ് 1 by z-നെ മോഡ് സെഡ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്നുള്ളത് എന്താ, മൈനസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് അതിനെ ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 മൈനസ് വൈ എന്ന് എഴുതാം. z ടെൻസ് ടു 0 അലോങ് ദ ലൈൻ y ഈസ് ഈക്വൽ ടു എം എക്സ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0, എക്സ് പ്ലസ് ഐ ഇൻറ്റു എം എക്സ് ടെൻസ് ടു 0. എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 പ്ലസ് ഐ എം ടെൻസ് ടു 0, ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മാറ്റി എഴുതാണ്, ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്തായിരുന്നു, മൈനസ് വൈ, വൈക്ക് എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എം എക്സ് എന്ന് കിട്ടും. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ മൈനസ് എം ഇൻറ്റു 0 0, അതായത് ലിമിറ്റ് എന്നുള്ളത് 0 ആണെന്ന് കിട്ടും. അതാണ് എഫ് ഓഫ് 0. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് സെഡ് എന്നുള്ളത് സെഡ് ഇസ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ ആയിട്ട് നമ്മൾ നേരത്തെ ഒരു സെക്കൻഡ് പ്രോബ്ലം തോന്നുന്നു, സെക്കൻഡ് പ്രോബ്ലത്തിൽ അവിടെയും നമുക്ക് എന്തായിരുന്നു, മൈനസ് വൈ ആയിരുന്നു, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ 0 വന്നത് ഇതുപോലെയാണ്. ഇനി നമ്മൾ 7th പ്രോബ്ലം നോക്കാം. 7th പ്രോബ്ലം, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മോഡ് സെഡ് ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 0, 0 ഫോർ സെഡ് ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ. എഫ് ഓഫ് 0 0 ആണെന്ന് തന്നിട്ടുണ്ട്, അതായത് അത് ഡിഫൈൻഡ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എഫ് ഓഫ് സെഡ് എന്നുള്ളത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മോഡ് സെഡ് ആണ്. സെഡ് എന്നുള്ളത് എന്താ, എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നുള്ളത് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മോഡ് സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ആണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എക്സ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ അസ്യൂം ചെയ്യാണ് സെഡ് ടെൻസ് ടു 0 അലോങ് ദ ലൈൻ വൈ ഈസ് ഈക്വൽ ടു എം എക്സ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 ആണ്, അതായത് എക്സ് പ്ലസ് ഐ എം എക്സ് ടെൻസ് ടു 0. എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ടെൻസ് ടു 0, ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് ലിമിറ്റ് എങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. വൈക്ക് നമ്മൾ എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം സ്ക്വയർ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ 1 മൈനസ് ആ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ് പുറത്തെടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. ഇനി നോക്കിയേ, ഇനി നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ബൈ ന്യൂമറേറ്റർ 0 ആവും, ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ 0 ബൈ 1 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ ലിമിറ്റ് എന്നുള്ളത് നമുക്ക് 0 കിട്ടി.
അത് എഫ് ഓഫ് സീറോയിനോട് ഈക്വൽ ആണ്. അതായത് എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റിൻ്റെ പ്രോബ്ലംസൊക്കെ കഴിഞ്ഞു. താങ്ക് യു.